ക്വസ്റ്റ്യൻ ആണ്, KTK 8 ആണ്. ഇവിടെ വെച്ചാൽ എന്താണ് ഒരു x+y 1 എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. ഓക്കെ, ആ ലൈൻ ഉണ്ട്. ശരി. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഈ ഇൻ്റർസെക്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0,1 ആണ് ഈ പോയിന്റ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇത് 1,0 ആണ്. കാരണം എന്തുകൊണ്ട് 1,0 എന്ന് പറഞ്ഞാൽ നോക്കി നോക്ക്, വൈയുടെ വാല്യൂ 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇറ്റ്സ് 1,0. ശരി, പിന്നെ അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഇത്. ഓക്കെ, ദാറ്റ് ഈസ് 1/2 ബിക്കോസ് മിഡ് പോയിൻറ്റിന് ഫോർമുല അപ്ലൈ ചെയ്തു. ശരി, അവിടെ നിന്നിട്ട് ഇതുപോലത്തെ ഒരു O എന്ന് പറഞ്ഞ ലൈൻ ഇങ്ങനെ ഒരു O എന്ന് പറഞ്ഞാൽ ഒറിജിനായിട്ട് എടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്, അതാണ് OP എന്ന് പറഞ്ഞ ലൈന്. ഓക്കെ, ആ OPയുടെ M1 എന്ന് പറയുന്നത് എന്താണ്? M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നേരെ അടിയിലേക്ക് താഴോട്ടേക്ക് ഒരു P1 എന്ന് പറഞ്ഞ ലൈൻ. ഇവിടെ ഹാഫ് തന്നെ ആയിരിക്കും, പക്ഷേ 0 കോർഡിനേറ്റ്സ്. കറക്റ്റാണ്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്ര? ഹാഫ് ആണ്. ഫൈൻ. ഇനി പിന്നെ അതേപോലത്തെ ഇവിടെ നമ്മളൊരു നേരെ വരക്കും, ഒരു പെർപെൻഡിക്കുലർ വരക്കും. അപ്പോൾ M1ലേക്കും അവിടെ നേരെ ഒരു പെർപെൻഡിക്കുലർ താഴോട്ടേക്കും P2ലേക്കും, അങ്ങനെ M2ലേക്കും P3ലേക്കും അങ്ങനെ പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് OPയുടെ വാല്യൂ എത്രയാണ്? OPയുടെ വാല്യൂ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 1/2. സോ ഇതും 1/2, ഇതും 1/2, ഇതും 1/2, ഇതും 1/2. സോറി, ഒന്നുകൂടി പറഞ്ഞ തെറ്റിപ്പോയി. ഇതാണ് 1/2. ഇത് 1/2, ഇത് 1/2 ആവണമെന്നില്ല. ഇത് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/2 വേറെന്തോ വരാൻ 1/1 ഇത് വരാൻ. ഓക്കെ, അതുകൊട്ടെ. ഇതെത്ര വരുന്നത്? ഇത് 1/2, ഇത് 1/2. അപ്പം ഇത് ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഇത് എന്തായാലും ഡെഫിനറ്റ്ലി ഈ ഒരു ആംഗിൾ ദാറ്റ് ഈസ് 45 ഡിഗ്രി ആയിരിക്കും. അത് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റും എന്താണ് ഈ ഒരു ലൈനും സെയിം ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ട്രയാങ്കിൾസ്, അപ്പം ഞാൻ അത് നേരെ ഒരു വരച്ചിട്ടുണ്ട്. സാർ ഇതാ കൊടുത്തോണ്ട് ഇങ്ങനെ. ഇനി നമ്മളോട് അടുത്ത വെച്ചാൽ OPN എന്ന് വെച്ചാൽ നോക്കി നോക്കുക. OP3 ഉണ്ടാവാം, എന്തൊരു ലെങ്ത് ഉണ്ടാവാം. OP2 എന്തൊരു ലെങ്ത് ഉണ്ടാവാം. OP1 എന്തൊരു ലെങ്ത് ഉണ്ടാവും. അതുവരെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ OPN എടുത്തതിന് ഏതൊരു പർട്ടിക്കുലർ nth പോയിന്റ് 3, 2 എന്നെല്ലാം പറയുന്നത് ഏതൊരു പർട്ടിക്കുലർ nth പോയിന്റ് എടുത്ത് അത് O എന്നുള്ള ആ ഡിസ്റ്റൻസ് ആണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ എന്നിൻ്റെ ടേംസ് തന്നെ ആയിരിക്കും ഉത്തരം കിട്ടേണ്ടത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കുറേ പോയി P1 എന്ന് തുടങ്ങി. P1 എന്ന് പറഞ്ഞാൽ P1 ഇങ്ങനെ തുടങ്ങി, അങ്ങനെ പോയി P2, അങ്ങനെ പർട്ടിക്കുലർ ഏതെല്ലോ ഒരു Pn-2ലേക്ക് എത്തി. അന്നേരം Pn-2ലേക്കാണെങ്കിൽ അതേ ഇൻഡെക്സുള്ള M തന്നെ ആയിരിക്കും. നോക്കി നോക്കുക, അതേ ഇൻഡെക്സിനുള്ള M. P1 ആണെങ്കിൽ കണ്ട M1, P2 ആണെങ്കിൽ M2, കണ്ട ആ രീതിയിൽ. അപ്പോൾ അതേ ഇൻഡെക്സുള്ള ഇത്. ശരി, എന്നിട്ടോ അതിനകത്തൊന്ന് ഒരെണ്ണം കുറയും. Pn-2 അടുത്ത ഇപ്പം P1 ആണെങ്കിൽ അടുത്ത Pn2, ദാറ്റ് മീൻസ് ഒരെണ്ണം കൂടണം. P1 ആണെങ്കിൽ അടുത്ത P2 ആവുന്ന രീതിയിൽ ഇവിടെ ഒരെണ്ണം കൂടുന്നുണ്ട്. അതേ ഇൻഡെക്സ് അങ്ങനെ പോകുന്നുണ്ട്. ശരി, ഇനി നമ്മൾ ട്രയാങ്കിൾ ഒബ്സർവേഷൻ ആണ് നമ്മൾ ട്രയാങ്കിൾ ഒബ്സർവേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ട്രയാങ്കിൾ ഏതാ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം ഈ ട്രയാങ്കിൾ ഓക്കെ, ഇതിന് തൽക്കാലം ഇത് O, ഇതെന്തോ സാധനം. എനിവേസ് ട്രയാങ്കിൾ ഏതാണ്? OMn-1 PN എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുന്നത്? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ദാറ്റ് ഈസ് OMn-1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു PN സ്ക്വയർ. PN എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ OPN എന്ന സാധനത്തിൻ്റെ പകരം OPNൻ്റെ പകരം ഞാൻ വെറുതെ PN തന്നെ വിളിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ലെങ്ത് തന്നെയാണ്. OPN എന്ന് പറഞ്ഞ ലെങ്ത് ആണ്. PN കുറച്ചുകൂടി ഷോർട്ടായിട്ട് വിളിക്കുന്നത് ലാഭമല്ലേ. സോ PN സ്ക്വയർ പ്ലസ് ഈ ലെങ്ത് എത്ര? ആ ലെങ്ത് എത്രയാണ്? ദാറ്റ് ഈസ് Mn-1 PN. ആ ലെങ്ത്തിൽ കാണിക്കാൻ വേണ്ടി ദാറ്റ് ഈസ് സ്ക്വയർ. ഓക്കെ, അതും കറക്റ്റാണ്. ശരി, ഇവിടെ വേണ്ടത് എന്താണ് വേണ്ടത്? ഇവിടെ Mn-2 അല്ല, ഇവിടെ Mn ആണ് വേണ്ടതെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ഞാനിതാ ഒരു ട്രയാങ്കിൾ ഒന്നുകൂടി മാറ്റി പിടിക്കുകയാണ്. ട്രയാങ്കിൾ ഏതാ നേരെ വരക്കാം. പിന്നെ ഈ ട്രയാങ്കിൾ, അടുത്ത ഈ ട്രയാങ്കിളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേതാ ട്രയാങ്കിൾ? അടുത്ത ട്രയാങ്കിൾ നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഈസ് ട്രയാങ്കിൾ OMn-1. ഇത് 90 ഡിഗ്രി കേട്ടോ, ഇത് 90 ഡിഗ്രിയാണ്. Pn-1 എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ദാറ്റ് ഈസ് OPn-1. നമ്മൾ ഇതിനെ ചുരുക്കി പറയും ദാറ്റ് ഈസ് Pn-1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു Mn-1. കാരണം നമ്മൾ ആ Mn-1 എങ്ങനെയെങ്കിലും എന്താണ് OMn-1 ഹോൾ സ്ക്വയർ, ഈ സ്ക്വയർ, ഈ ഒരു സ്ക്വയർ പ്ലസ് ഈ ഒരു സ്ക്വയർ, നമ്മൾ ഡയറക്റ്റ് പൈത്തോഗ്രസ്. അപ്പം OMn-1 ഹോൾ സ്ക്വയർ പ്ലസ് Mn-1 Pn-1 whole square, right? And OMn-1 whole square is, അത് മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് Pn ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഡെഫിനറ്റ്ലി Mn-1 ഹോൾ സ്ക്വയർ. ബിക്കോസ് ഇത് 45 ഡിഗ്രി ആയതുകൊണ്ട് രണ്ട് സൈഡ്സും സെയിം ആണ്. അതുകൊണ്ട് Pn ഹോൾ സ്ക്വയർ നേരത്തെ 2Pn ഹോൾ സ്ക്വയർ എന്ന രീതിയിലായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് OMn-1 ഹോൾ സ്ക്വയർ ഞാൻ 2Pn ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ എഴുതുകയാണ്. ഓക്കെ, ആൻഡ് Mn-1 Pnൻ്റെ പകരമാണെങ്കിലും Mn-1 Pnൻ്റെ പകരമാണെങ്കിലും
ഇത് ഒ മുതൽ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒ പി എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു 2pn സ്ക്വയർ അത് 2 പ്രാവശ്യം വരും. കാരണം എന്താ, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതേ വാല്യൂ തന്നെയാണ്. അപ്പം ടോട്ടൽ ഇസിക്കൽ ടു 4pn ഹോൾ സ്ക്വയർ എന്ന രീതിയിലാണ് വരുന്നത് എന്തെന്ന് ഒ പി എൻ മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ. ആൻഡ് ഒ പി എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ ഞാൻ പറഞ്ഞു ഒ മുതൽ ആ ഒരു പീനെ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ തന്നെ എഴുതാൻ പറ്റും. ഒ പി എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ ഞാൻ ജസ്റ്റ് പി എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ എഴുതുന്നതിന് കുഴപ്പമില്ല. ആൻഡ് വി കുഡ് സേ ദാറ്റ് പി എൻ മൈനസ് 1, പി എൻ എന്ന് പറഞ്ഞാൽ ഒ മുതൽ ആ ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ പി എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു 2 ടൈംസ് പി എൻ എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ആൻഡ് വി കൻ സേ ദാറ്റ് പി എൻ ഡിവൈഡഡ് ബൈ പി എൻ മൈനസ് 1 ദാറ്റ് ഇസ് ഇക്വൽ ടു 1/2. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഇവിടുന്ന് എന്താ മനസ്സിലാക്കുന്നത്, പി എൻ എന്ന് പറഞ്ഞാൽ ഒ മുതൽ ആ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊരു ജി പിയിലാണ് വരുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് എ കോമൺ റേഷ്യോ ദാറ്റ് ഇസ് 1/2. സോ നമ്മളോട് ഏതെങ്കിലും പെർട്ടിക്കുലർ ഒ പി എൻ അതായത് പി എൻ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഫസ്റ്റ് ടേം എന്താ 1/2 അല്ല ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ അതാരാണ് P1 ആണ്. P1ൻ്റെ വാല്യൂ ഹൗ മച്ച് ഇറ്റ് ഈസ് 1/2. P1ൻ്റെ വാല്യൂ 1/2 അല്ലേ ലെങ്ത്ത്. അപ്പോൾ 1/2 ഇൻറ്റു 1/2 ഇൻറ്റു വേറെ എന്താ ഉള്ളത്, നമ്മളിങ്ങനെ ഒരു nth ടേം എങ്ങനെ പറയാം, a ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 ദാറ്റ് എന്താണ് നമുക്ക് 1/2 റൈസ് ടു n മൈനസ് 1. ഓക്കെ, സോ ദാറ്റ് ഈസ് 1/2 റൈസ് ടു n ആണ് ഉത്തരം. ഓക്കെ, അതകത്തൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. സോ ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റൻ ആണ് cos θ1 cos θ2 θ. ഓക്കെ ഫൈൻ, ഇങ്ങനെ തന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം എന്താ വെച്ചാൽ ഇന്റീരിയർ ആംഗിൾസിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇന്റീരിയർ ആംഗിൾസ് ഇപ്പം സൈഡ്സ് എത്ര n സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം n-2 ഇൻറ്റു പൈ, അതായിരിക്കും ടോട്ടൽ സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഇവിടെയുള്ള θ1 θ2 θn എന്ന് പറഞ്ഞാൽ അത് ഇന്റീരിയർ ആംഗിൾസ് സമാണ്. ദാറ്റ് മീൻസ് θ1 പ്ലസ് θ2 പ്ലസ് ഡാഷ് 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 θn എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ n-2 ഇൻറ്റു പൈ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള θk+1 θk+2 അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ കെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൻ്റെ ഇടയിൽ മേ ബി കുറച്ച് കെ ഉണ്ടാവും അല്ലേ. കെ എന്ന് പറഞ്ഞാൽ മേ ബി ഏതെങ്കിലും ഒരു വാല്യൂസ് θ3 ഉണ്ടാവും, θ4 ഉണ്ടാവും, θ5 ഉണ്ടാവും, പോലത്തെ എന്തൊക്കെ ഒരു വാല്യൂസ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ നമ്മളെല്ലാം ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെങ്ങനെ എഴുതാൻ, ഇത് മാറ്റി എഴുതണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവാം, മേ ബി θ1 പ്ലസ് θ2 പ്ലസ് ഡാഷ് 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 θk ഉണ്ടാവാം. പിന്നെ അതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാവാം. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാവാൻ പറ്റും, θk+1 ഉണ്ടാവാം. അങ്ങനെ പോയി θk+2 ഉണ്ടാവാം. അങ്ങനെ പോയി θn ഉണ്ടാവാം, θk+2 ഉണ്ടാവാം. അങ്ങനെ പോയി n ഉണ്ടാവാം. അതെല്ലാം കൂടിയിട്ടുള്ളതാണ് എന്ത് n-2 ഇൻറ്റു പൈ എന്നുള്ള സാധനം. കറക്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ സംഗതിന് ഇയാൾ താഴെയുള്ള ആളായതുകൊണ്ട് ഞാൻ വെറുതെ ആൽഫ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് θk വരെയുള്ള ആ സാധനത്തിന് എനിക്ക് എന്ത് വിളിക്കാൻ പറ്റും, ഇത് ഇയാൾ ആൽഫ ആണെങ്കിൽ ദാറ്റ് മീൻസ് θ1 പ്ലസ് θ2 പ്ലസ് ഡാഷ് 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 θk എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ n-2 ഇൻറ്റു പൈ മൈനസ് ആൽഫ എന്ന് പറയാൻ പറ്റും. ആൻഡ് ഇയാളെ ഞാൻ തൽക്കാലം ആൽഫ എന്ന് വിളിക്കണം, കാരണം അടിയിലുള്ള ആൾ ആൽഫ, അടിയിലുള്ള ആംഗിൾ ആൽഫയാണ്. സോ ഐ കുഡ് സേ ദാറ്റ് കോസ് ഇപ്പം ഈ ഒരു ആംഗിൾ എത്രയെന്ന് ഇപ്പോൾ കണ്ടെത്തിയത് ദാറ്റ് ഈസ് n-2 ഇൻറ്റു പൈ മൈനസ് ആൽഫ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ. ഓക്കെ, ഇതാണ് വാല്യൂ. അപ്പോൾ ഇങ്ങനെ ആയിട്ട് മാറി. ഇനി എന്നിൻ്റെ വാല്യൂ അഥവാ ഒരു ഈവൺ ആണെങ്കിൽ, എന്നിൻ്റെ വാല്യൂ ഒരു ഈവൺ ആണെങ്കിൽ എന്താ സംഭവിക്കുക, എന്നിൻ്റെ വാല്യൂ ഈവൺ ആണെങ്കിൽ ഐ കുഡ് സേ ദാറ്റ് ഈവൺ ആണെങ്കിൽ n-2 അതൊരു ഈവൺ ആയിരിക്കും. സോ ഈവൺ പൈ മൈനസ് കോസ്. സോ നമുക്ക് ഇത് n പൈ എന്ന് പറഞ്ഞാൽ അതെവിടെ ഉണ്ടാവും, ഈവൺ പൈ അല്ലേ. സോ ഈവൺ പൈ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലിടുക, ഈ ഒരു ഏരിയയിൽ ഉണ്ടാവും. ഈ ഏരിയ സോ ഫോർത്ത് ക്വാഡ്രന്റ്. സോ കോസ് ഇസ് പോസിറ്റീവ്. സോ ദാറ്റ് ഈസ് കോസ് ആൽഫ അപ്പോൺ കോസ് ആൽഫ ദാറ്റ് ഈസ് 1 എന്ന് വരും. ഓക്കെ, ആ ഒരു ഇൻഫർമേഷൻ കിട്ടി. ഇനി അഥവാ എന്നിൻ്റെ വാല്യൂ അതെന്താണ്, എന്നിൻ്റെ വാല്യൂ അഥവാ ഓടാണെങ്കിൽ എന്താ പറയാൻ പറ്റുക, n-2 എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 3 ഓടാണ്. സോ 3-2 ഇറ്റ്സ് ഓഡ്. സോ ഓഡ് തന്നെയാണ് കിട്ടാൻ. ദാറ്റ് മീൻസ് കോസ് 4. അപ്പോൾ ഓഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഉണ്ടാവാൻ, ഓഡ് മൈനസ് എന്തോ ആൽഫ ദാറ്റ് മീൻസ് സെക്കൻഡ് ക്വാർട്ടർ ഉണ്ടാവുക. സോ നമുക്ക് -1 ആണ് ഉത്തരം കിട്ടുക, കാരണം മൈനസ് കോസ് ആൽഫ ഡിവൈഡ് ബൈ കോസ് ആൽഫ ദാറ്റ് ഈസ് -1 എന്ന് കിട്ടാൻ. സോ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും ഈ പറഞ്ഞ ഈയുടെ വാല്യൂ അത് എന്നിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ ആൽഫയുടെ വാല്യൂത്തിൽ ആൽഫ എന്നല്ല കെയുടെ വാല്യൂവിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറയാൻ പറ്റും. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. എ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബോത്ത് കെ ആൻഡ് ഓപ്ഷൻ എയോ അല്ല, ഏതാ കറക്റ്റ്, ഓപ്ഷൻ ബി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കെ ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ എൻ. കറക്റ്റ്, എന്നിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ടാണ്. എന്ത് കോമ്പൗണ്ട് ആംഗിൾ ഫോർമുലയാണ് നമ്മൾ sin a+b. അതിൻ്റെ കുറച്ച് എന്താണ് പ്രൂഫാണ്, വേണമെങ്കിൽ പഠിക്കാം. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എന്താ എയും ബിയുടെ ആംഗിൾസ് ഒരു വെക്ടേഴ്സിൻ്റെ വെക്ടേഴ്സൊക്കെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തുള്ള പ്രൂഫാണ്. എനിവേസ് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ പഠിക്കുക. ദാറ്റ് ഈസ് sin a+b ഈസ് എന്താണ് sin a cos b പ്ലസ് cos a sin b
ആൻഡ് സൈൻ എ മൈനസ് ബി ആണെങ്കിൽ ഇവിടെ ഒരു മൈനസ് വരും. ഇനി കോസ് എ പ്ലസ് ബി ആണെങ്കിൽ ദാറ്റ് ഈസ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആൻഡ് കോസ് എ മൈനസ് ബി ഈസ് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ആ രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് ഇവിടെയുള്ള കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മളൊന്ന് ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ടാൻ എ ആണെങ്കിൽ എന്താണ് ടാൻ എ സൈൻ എ പ്ലസ് ബി ഡിവൈഡ് ബൈ കോസ് എ പ്ലസ് ബി. ആ ഒരു ഡെറിവേഷൻ നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഓക്കെ, ടാൻ എ മൈനസ് ബി ടാൻ ബി ആണെങ്കിൽ ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഓക്കെ, പിന്നെ ഒരു സ്പെഷ്യൽ കേസാണ് ടാൻ എ പ്ലസ് ബിയുടെ ഫോർമാറ്റ് തന്നെ ഡയറക്റ്റ് ഇത് ടാൻ പൈ ബൈ 4 പ്ലസ് തീറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1 പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ എന്നുള്ള ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഫോർമാറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടത്തേക്ക് എത്തണം എന്നുള്ള കാര്യം നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ആകണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ കേസ് ഇവിടെ കൊടുത്തില്ല. ഇനി കോട്ട് എ പ്ലസ് കോട്ട് ബി, അതിക്കാളൊരു മറന്നു ഇക്വേഷൻ പ്ലസ് ഒന്ന് ഓർമ്മിച്ച് നോക്കാം. കോട്ട് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഒന്നാണ് കോട്ട് എ കോട്ട് ബി. ഇതിങ്ങനെ ബൈ ആയിട്ട് പഠിക്കണം, വേറെ രക്ഷയില്ല. ഡിവൈഡ് ബൈ കോട്ട് എ പ്ലസ് കോട്ട് ബി എന്ന് വരും. ഇനി ഇത് മൈനസ് ആണെങ്കിൽ എന്താണ് കോട്ട് എ കോട്ട് ബി പ്ലസ് 1 വരും. ഡിവൈഡ് ബൈ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കോട്ട് എ മൈനസ് കോട്ട് ബി എന്നല്ല, കോട്ട് ബി മൈനസ് കോട്ട് എ എന്നുള്ള കാര്യം ഒന്ന് ഇവിടുന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നോട്ട് സി ദ ഡിനോമിനേറ്റർ. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഫോർമുലാസ് ആണ്. ട്രാൻസ്ഫോർമേഷൻ ഫോർമുല സൈൻ എ പ്ലസ് ബിയുടെ ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് അഥവാ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു വെച്ചാൽ സൈൻ എ കോസ് ബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു 2 കൊണ്ട് കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സാധനത്തിന് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് അറിയാമോ? ഇത് സൈനും കോസ് എന്ന് എഴുതി. അപ്പോൾ സൈൻ്റെ ടേംസിലായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സൈൻ എ പ്ലസ് ബി പ്ലസ് കോസ് അല്ല എല്ലാം സൈൻ്റെ ടേംസിലായിരിക്കണം. ഇത് ഡയറക്ഷൻ ഇക്വേഷൻ തന്നെ അങ്ങ് പഠിക്കുന്നത് തന്നെയാണ്, വേറെ പരിപാടിയൊന്നുമില്ല, അങ്ങനെ തന്നെ പഠിക്കണം. സൈൻ എ മൈനസ് സൈൻ ബി എന്നുള്ള രീതിയിൽ ഇതാ സൈൻ എ പ്ലസ് ബി സൈൻ എ ബി. ഇനി അഥവാ 2 കോസ് എ സൈൻ ബി എന്ന രീതിയിൽ ഓപ്പോസിറ്റ് രീതിയിൽ കോസ് എ സൈൻ ബി ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി. അടുത്തത് എന്താണുള്ളത്, ഇനി 2 കോസ് എ കോസ് ബി എന്ന ഫോർമാറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എന്താണ് കോസിൻ്റെ ടേംസിലായിരിക്കണം. ദാറ്റ് മീൻസ് കോസിൻ്റെ ടേംസിലാണ്. സോ കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. ഇനി 2 സൈൻ എ സൈൻ ബി എന്ന ടേമിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആണ് കോസിൻ്റെ ടേംസിൽ തന്നെ, പക്ഷേ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്ന ഫോർമാറ്റിൽ. ഓക്കെ, ആ ഇക്വേഷൻ അങ്ങനെ തന്നെ പഠിക്കണം, വേറെ വ്യത്യാസമില്ല. പിന്നെ സി ആൻഡ് ഡി ഫോർമുലയാണ്. സൈൻ സി പ്ലസ് സൈൻ ഡി ഇസ് ഇക്വൽ ടു എന്താണ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. ഇനി സൈൻ സി മൈനസ് സൈൻ ഡി ആണെങ്കിൽ എങ്ങനെയാണ് 2 സൈൻ സി മൈനസ് ഡി ബൈ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 എന്ന ഫോർമാറ്റും. പിന്നെ എന്താണ് കോസ് സി പ്ലസ് കോസ് ഡി ആണെങ്കിൽ എന്താണ് 2 കോസ് കണ്ട രണ്ടും കോസാണ്. അപ്പോൾ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. ഇനി കോസ് സി മൈനസ് കോസ് ഡി അത് കുറച്ചുകൂടി സ്പെഷ്യലാണ്. ദാറ്റ് ഈസ് മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈനസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. സോ മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 മൈനസ് സി മൈനസ് ഡി ബൈ 2 ഇക്വേഷൻസ് പഠിക്കണം. പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് റിസൾട്ടും കൂടിയാണ് സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി. ഇതെല്ലാം അങ്ങനെ തന്നെ പഠിക്കണം, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ട് നിൽക്കുക, അല്ലാണ്ട് വേറെ രക്ഷയില്ല. പിന്നെ കുറച്ച് ഇങ്ങനെ ബ്രെയിനിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പിക്ചറായിട്ട് എങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. പിക്ചറായിട്ട് ഇതെല്ലാം കൂടി ഒരു പിക്ചറായിട്ട് ഇങ്ങനെ മൈൻഡിലേക്ക് വരുത്തി കഴിഞ്ഞാൽ മേ ബി സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഏലായി കിട്ടും ഇത്തരങ്ങളെല്ലാം. പിന്നെ സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന പോലെ തന്നെ സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. അതുകൊണ്ട് സൈൻ സ്ക്വയർ എനെ വേണമെങ്കിൽ 1 മൈനസ് കോസ് സ്ക്വയർ എന്ന ടേംസിൽ എഴുതിയിട്ട് ഇങ്ങനെ ആക്കുന്നതാണ്. അതൊന്നും ആ ഇക്വേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കോസ് എ പ്ലസ് ബി ഇൻറ്റു കോസ് എ മൈനസ് ബി ദാറ്റ് ഇസ് കോസ് സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ ബി കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കണം. നേരത്തെ സൈൻ സ്ക്വയർ എ തന്നെയാണ്, പക്ഷേ ഇവിടെ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇനി ഈ റേഷ്യോസ് കണ്ടെത്തണമെങ്കിൽ എന്ത് ജസ്റ്റ് സൈൻ 45 മൈനസ് എന്നിട്ട് ഡയറക്റ്റ് സൈൻ എ മൈനസ് സൈൻ ബി അപ്ലൈ ചെയ്യുക. നമ്മൾ ഇക്വേഷൻസ് ഓർമ്മിക്കണം. കോസ് 15ൻ്റെ വാല്യൂ സൈൻ 15 വാല്യൂ ടാൻ 15ൻ്റെ വാല്യൂ നമുക്കറിയാം. സപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ കഥ അറിയാം, അല്ലെ കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ കഥ അറിയാം. ടാൻ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് 15 ആണ് അല്ലേ, ബിക്കോസ് കോട്ട് 75 ആണ്, കാരണം അവർ രണ്ടാളുടെ ആംഗിൾസ് ആഡ് ചെയ്താൽ 90 ആവുന്നുണ്ട്. ഓക്കെ, അതുമാത്രമല്ല കോസ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 75 എന്നും പറയാൻ പറ്റും, ബിക്കോസ് കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ സമയത്ത് സൈനും കോസ് അല്ലെങ്കിൽ കോട്ട് ടാൻ ഇവരൊക്കെ ഈക്വൽ ആയിരിക്കും. പക്ഷേ സപ്ലിമെൻ്ററി ആവുന്ന സമയത്ത് സൈന് ഈക്വൽ തന്നെ ആയിരിക്കും അതിൻ്റെ വാല്യൂസിനായിട്ട്. ഓക്കെ, പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരു എക്സ്ട്രാ നെഗറ്റീവോടായിരിക്കും ഈക്വൽ ആവുന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെ 3 ഇമ്പോർട്ടൻ്റ് റിസൾട്ട്സ് ഇൻ ട്രിഗ്നോമെട്രി ആണ്. ഒന്നെന്താണ് 2 ആംഗിൾസ് അവർ രണ്ടാളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ π/4 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 1 പ്ലസ് ആ ഒരു ടാൻ എ ഇൻറ്റു 1 പ്ലസ് ടാൻ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറയാൻ പറ്റും. അതിൻ്റെ പ്രൂഫ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ ആംഗിൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു π/4 ആണോ എന്നൊന്നുമില്ല. അത് രണ്ടും കൂട്ടിയിട്ട് n π
പ്ലസ് എൻ പൈ ടാൻ അല്ല, ടാൻ്റെ കേസ് ആകുമ്പോൾ തേർഡ് ക്വാഡ്രൻറ്റ്. സോ എൻ പൈ പ്ലസ് പൈ ബൈ 4 എന്ന ടേംസിലാണെങ്കിൽ കുഴപ്പമില്ല. അത് എന്തുകൊണ്ടാണ് നോക്കിക്കോ. സോ എ പ്ലസ് ബി പൈ ബൈ 4. ഓക്കെ, അപ്പോൾ എയുടെ പൈ ബൈ 4 എ ഇസ് ഇക്വൽ ടു പൈ ബൈ 4 മൈനസ് എന്നിട്ട് ടാനെ കൊടുക്കാം. ടാനെ കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് അറിയാം ദാറ്റ് ഈസ് 1 മൈനസ് ടാൻ എ ടാൻ ബി 1 പ്ലസ് ടാൻ ബി ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ടാൻ എ പ്ലസ് ടാൻ എ ടാൻ ബി ഇസ് ഇക്വൽ ടു പ്ലസ് ടാൻ ബി ഈ മൈനസ് ടാൻ ബി ലെഫ്റ്റോട്ടേക്ക് കൊണ്ടുവന്ന് ഇസ് ഇക്വൽ ടു 1 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ടാൻ ബി കോമൺ എടുക്കുക. സൈമൺ ഫാക്ടറിംഗ് ടെക്നിക്ക് പറയുന്നത് 1 പ്ലസ് ടാൻ എ. ഇവിടെ ഒരു 1 പ്ലസ് എക്സ്ട്രാ 1 കൊടുക്കുക. റൈറ്റ് സൈഡ് എക്സ്ട്രാ 1 കൊടുക്കാം. 1 പ്ലസ് ടാൻ എ കോമൺ എടുക്കുക. 1 പ്ലസ് ടാൻ എ കോമൺ എടുത്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 പ്ലസ് ടാൻ ബി എന്ന ഫോർമാറ്റിലേക്ക് ഒരു 1 പ്ലസ് ടാൻ എ ഇൻറ്റു 1 പ്ലസ് ടാൻ ബി ഇസ് ഇക്വൽ ടു 2 എന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് പരിപാടി. ശരി, അപ്പോൾ എവിടെ നിന്നാണ് ടാൻ എയുടെ കഥ വരുന്നത്? ടാൻ എ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ടാൻ എയുടെ കഥ വരുന്നത്. അപ്പോൾ ടാൻ പൈ ബൈ 4 മൈനസ് ബി അഥവാ എന്താണ് നമുക്ക് ആംഗിൾ ആഡ് ചെയ്തതിന് എൻ പൈ പ്ലസ് പൈ ബൈ 4 ആണെങ്കിൽ ടാൻ എയുടെ വാല്യൂ ടാൻ പൈ ബൈ 4 തന്നെയാണ് വരാൻ. അപ്പോൾ നേരത്തെ അതേ ഏരിയയിലേക്ക് തന്നെ എത്തുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു ഫോർമാറ്റിലാണെങ്കിലും ഈ പറഞ്ഞ ഇക്വേഷൻ വാലിഡ് ആണ്. ഇൻ സൈൻ തീറ്റ പ്ലസ് സൈൻ 120 പ്ലസ് തീറ്റ 240 പ്ലസ് തീറ്റ നോക്കി 120. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര 120 വരുന്നത്. അത്തരത്തിലാണെങ്കിൽ ഇത് മൂന്നും ആഡ് ചെയ്തതിന് 0 ആണ്. അതേപോലെ കോസിന് കോസ് 120 പ്ലസ് കോസ് തീറ്റ പ്ലസ് കോസ് 120 പ്ലസ് തീറ്റ കോസ് 240 പ്ലസ് തീറ്റ ദാറ്റ് ഈസ് ഇക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അതിൻ്റെ പ്രൂഫ് ആണെങ്കിൽ എന്താ 120 പ്ലസ് തീറ്റേൻ്റെ വാല്യൂ സൈൻ എ പ്ലസ് സൈൻ ബി ഉപയോഗിക്കാം. ഇത് രണ്ട് അല്ലെങ്കിൽ അതിനെക്കാട് നല്ല സൈൻ സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 2 സൈന് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 അപ്ലൈ ചെയ്യാൻ ഉത്തരം കിട്ടും. ഈ ക്വസ്റ്റ്യനൊക്കെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് എന്താ ഇത് സൈൻ സി പ്ലസ് ഡി അപ്ലൈ ചെയ്യുക, സൈൻ സി പ്ലസ് ഡി അപ്ലൈ ചെയ്യുക. അപ്പോൾ സൈൻ സി പ്ലസ് ഡി അപ്ലൈ ചെയ്ത് ഉത്തരം കിട്ടാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതാണെങ്കിൽ നേരത്തെ ഇക്വേഷൻ ആയിട്ട് നേരത്തെ ഒന്നിന് പറഞ്ഞത് എ പ്ലസ് ബി ആഡ് ചെയ്താൽ 45 ഡിഗ്രി കിട്ടണം, അല്ലെങ്കിൽ പൈ ബൈ 4 കിട്ടണം. അപ്പോൾ 45 കിട്ടുന്നത് ഇവർ രണ്ടാൾ ആഡ് ചെയ്താൽ 45 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. 45 കിട്ടുന്നത് അപ്പോൾ ഇവർ രണ്ടാൾ മൾട്ടിപ്ലൈ ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. ഇവർ രണ്ടാൾ ആഡ് ചെയ്താൽ 45 കിട്ടുന്നത് അപ്പോൾ ഇയാൾ 2 എന്ന് കിട്ടും. ഇവർ രണ്ടാൾ ആഡ് ചെയ്താൽ 45 കിട്ടുന്നുണ്ട്, ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4 ബൈ 2 2 ആണ്. സോ 2 ആണ് ഉത്തരം കിട്ടുന്നത്. സോ 2 ടാൻ തീറ്റ ടാൻ 45 വാല്യൂ 1 ആണ്. സോ 2 അതിൻ്റെ ഉത്തരം ഡൺ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് ജെയിൻ മീൻസ് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് വെച്ചാൽ കോസ് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 3/5 എന്താണ്. ഓക്കെ, എനിവേസ് ടാൻ 2 ആൽഫയുടെ വാല്യൂ ടാൻ 2 ആൽഫ. ഓക്കെ, അപ്പം ആൽഫ പ്ലസ് ബീറ്റ എന്ന ഫോർമാറ്റിലാണ് കിട്ടുന്നത്. സോ ടാൻ 2 ആൽഫനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടാൻ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് അല്ല ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ആൽഫ അല്ല മൈനസ് ബീറ്റ മൈനസ് ആൽഫ. ഒരു കാര്യം ചെയ്യുക, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ മൈനസ് ബീറ്റ എന്ന ഫോർമാറ്റിലേക്ക്. അപ്പോൾ ഇതാ ടാൻ എ ടാൻ ബി റൈറ്റ്. അതിനാൽ ആഡ് ചെയ്ത 2 ആൽഫ ഇട്ടുന്നുണ്ട്, ബീറ്റ പോകുന്നുണ്ട്. അപ്പം കാരണം എന്തുകൊണ്ട് ഞാൻ ഈ ടേംസിലേക്ക് എഴുതിയത്? കാരണം നമുക്ക് തന്നിട്ടുള്ള സൈനും കോസും എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ആൽഫ മൈനസ് ബീറ്റ എന്ന ടേംസിലാണ് ഉള്ളത്. ഓക്കെ, ഇനി എന്താ ടാൻ എ പ്ലസ് ബീറ്റ ടാൻ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ടാൻ ആൽഫ മൈനസ് ബീറ്റ ഓക്കെ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ ആൽഫ പ്ലസ് ബീറ്റ ടാൻ ആൽഫ മൈനസ് ബീറ്റ എന്ന ഫോർമാറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ടാൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് ഇത് അറിയണം. ഇനി നമുക്ക് ആൽഫ ബീറ്റ അത് ആൽഫ എവിടെ മുതൽ എവിടെ വരെ പൈ ബൈ 4 മുതൽ 0 വരെയാന്ന് തോന്നുന്നു. നോക്കട്ടെ, പൈ ബൈ 4 മുതൽ 0 വരെ. ബീറ്റയും സെയിം തന്നെ, ബീറ്റയും പൈ ബൈ 4 0യുടെയും ഇടയിലാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആൽഫ പ്ലസ് ബീറ്റ എവിടെ നിന്ന് എവിടെ വരെ ആയിരിക്കും? ആൽഫ പ്ലസ് ബീറ്റ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇനിക്വാളിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ചതാണ്. സോ പൈ ബൈ 4 പൈ ബൈ 2ഉം 0യുടെ ഇടയിൽ. ദാറ്റ് മീൻസ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് അല്ല ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ആരാ പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്. ഓക്കെ, ഇനി ആൽഫ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞ ആംഗിളും കൂടി ഉണ്ട്. അപ്പോൾ അതിനും കൂടി പരിഗണിക്കണം. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ കിട്ടണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം? ഒരു മൈനസ് ചെയ്യാം. ഈ ക്വസ്റ്റൻ ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? 0 മൈനസ് ബീറ്റ മൈനസ് പൈ ബൈ 4. ഓക്കെ, എന്നിട്ട് ആഡ് ചെയ്യാം. ഇനി ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ആൽഫ മൈനസ് ബീറ്റ എവിടെ നിന്ന് എവിടെ വരെ ആയിരിക്കും? ഒന്ന് പൈ ബൈ 4ഉം മൈനസ് പൈ ബൈ 4ൻ്റെയും ഇടയിലാണെന്ന് കിട്ടിയിട്ടുണ്ട്. ശരി, ആൻഡ് ദിസ് ഇസ് ഏത് ക്വാഡ്രൻ്റ് ആണ്? മൈനസ് പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 45ഉം പൈ ബൈ 4ഉം. അപ്പോൾ മേ ബി സെക്കൻഡ് ക്വാഡ്രൻ്റ്, സെക്കൻഡ് അല്ല മേ ബി ഫോർത്ത് ആവാം. ഫോർത്ത് ക്വാഡ്രൻ്റ് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മേ ബി എന്താണ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആവാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡൗട്ട് ഉണ്ട് ഏത് ക്വാഡ്രൻ്റ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ സൈൻ ആൽഫ മൈനസ് ബീറ്റ അതിൻ്റെ വാല്യൂ ഇത്ര 5/13 ആണ്. ഓക്കെ, 5/13 ആണെങ്കിൽ 5/13 ചെയ്ത് നോക്കും. 5/13 ദാറ്റ് മീൻസ് സൈൻ്റെ വാല്യൂ പോസിറ്റീവ് എന്തായാലും ഫോർത്ത് ക്വാഡ്രൻ്റ് അല്ല. ദാറ്റ് മീൻസ് എന്തായാലും ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുന്ന സാധനം അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന സാധനം അതും ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തായാലും
എന്താണ് മനസ്സിലായത്? ടാൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ടാൻ ആൽഫ പ്ലസ് ബീറ്റ വി നോ ദാറ്റ് കോസ് ആൽഫ പ്ലസ് തീറ്റ ദാറ്റ് ഈസ് കോസ് ആൽഫ പ്ലസ് ബീറ്റ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 5 അല്ല adjacent side that is 3 by 5 and this is 4, so tan alpha plus beta is 4 by 3, so 4 by 3 plus and tan alpha minus beta and sin alpha minus beta value വന്നിട്ടുണ്ട്. sin alpha minus beta value വന്നിട്ടുണ്ട്. alpha minus beta value that is opposite side by adjacent and this is 12, so tan alpha plus beta that is 3 5 by 12 5 by 12 divided by 1 minus 4 by 3 into 5 by 12, so 3, so 5 by 9. അത് ഉത്തരം കിട്ടും. ഡയറക്റ്റ് ഇനി ചെയ്താൽ ഉത്തരം കിട്ടുന്നേ ഉള്ളൂ. ഇനിയൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ആൽഫ മൈനസ് ബീറ്റയുടെ വാല്യൂ, സൈൻ ആൽഫ മൈനസ് ബീറ്റയുടെ വാല്യൂ കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, സോ ഇൻ ഇക്വേഷൻ ദ സൈൻ ആൽഫ കോസ് ബീറ്റ മൈനസ് കോസ് ആൽഫ സൈൻ ബീറ്റ. കോസ് ആൽഫയുടെ വാല്യൂ വന്നിട്ടുണ്ടോ? ഇല്ല, പക്ഷേ സൈൻ ആൽഫയുടെ വാല്യൂ എത്തുന്നുണ്ട്. അതിനകത്ത് കോസ് ആൽഫയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ക്വാഡ്രൻറ്റിൻ്റെ കാര്യം അറിഞ്ഞുകൂടാ. കാരണം വെച്ചാൽ സൈൻ്റെ വാല്യൂ മേ ബി ഫസ്റ്റ് ക്വാർട്ടറിലും ആവാം, സെക്കൻഡ് ക്വാർട്ടറിലും പോസിറ്റീവ് ആവാം. എന്ന് വെച്ചിട്ട് കോസിൻ്റെ ഏതാ ക്വാഡ്രൻറ്റ് നമുക്ക് കണ്ടെത്താനുള്ള ഒരു വഴി ഇല്ല. അപ്പോൾ നമ്മളിവിടെ കേസ് എടുക്കണം. ഏതൊക്കെ ക്വാഡ്രൻസിന് സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആൽഫയ്ക്ക് ഏതൊക്കെ ക്വാഡ്രൻസ് ആവാം? ആൽഫയ്ക്ക് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആവാം, അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആവാം. ഇനി ബീറ്റയുടെ വാല്യൂ, ബീറ്റയുടെ ഏതൊക്കെ ക്വാഡ്രൻസിന് സാധ്യതയുണ്ട്? സാധ്യത എന്ന് വെച്ചാൽ നെഗറ്റീവാണ്. കോസ് ബീറ്റ നെഗറ്റീവ്, സോ നെഗറ്റീവാണ് സാധ്യത എന്ന് വെച്ചാൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് ഉണ്ട്, തേർഡ് ക്വാഡ്രൻ്റ് ഉണ്ട്. സെക്കൻഡ് ക്വാഡ്രൻറ്റിന് സാധ്യതയുണ്ട്, തേർഡ് ക്വാഡ്രൻറ്റ് സാധ്യതയുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കേസസ് എടുക്കും. ഒന്ന് ആൽഫ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ബീറ്റ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ആൽഫ രണ്ടാമത്തെ കേസ് ആൽഫ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ബീറ്റ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. കാരണം നമുക്ക് കോസ് ആൽഫ സൈൻ കോസ് ബീറ്റയുടെ ഒക്കെ വാല്യൂ കണ്ടെത്താൻ വളരെ സിമ്പിളായിട്ട് നടത്താൻ പറ്റും. പക്ഷേ സൈൻ അറിയണമെങ്കിൽ ക്വാഡ്രൻറ്റ് ഏത് അറിയണം. അപ്പോൾ നമ്മൾ 4 കേസ് എടുക്കും. ഒന്ന് ആൽഫ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ബീറ്റ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. രണ്ടാമത്തെ കേസ് ആൽഫ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ബീറ്റ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. മൂന്നാമത്തെ കേസ് ബീറ്റ അല്ല ആൽഫ അല്ല പോട്ടെ ബീറ്റ. അങ്ങനെ നമുക്ക് 4 കേസസ് എടുക്കാം. ഓരോ കേസസിലും നമുക്ക് ആൽഫയുടെ ബീറ്റയുടെ എന്താ കോസ് ആൽഫയും കോസ് ബീറ്റയുടെ വാല്യൂ കണ്ടെത്താൻ അറിയാം. എന്നിട്ട് സൈൻ അനുസരിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊരു ASRQ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ സംഭവിച്ചാൽ കോസ് സ്ക്വയർ, അതിന് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ, ഒന്ന് കോസ് സ്ക്വയർ 73 അങ്ങനെ തന്നെ എഴുതാൻ വേണമെങ്കിൽ നമ്മളിഷ്ടം. പിന്നെ എന്താ കോസ് സ്ക്വയർ 47, ഞാനിതിൽ 1 മൈനസ് സൈൻ സ്ക്വയർ 47. ഇനി ഞാൻ ഇതിന് സൈനിലേക്ക് മാറ്റി എന്ന് പറയുന്നത്, വി നോ ആൻ ഇക്വേഷൻ ദാറ്റ് കോസ് സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ ഈസ് കോസ് എ പ്ലസ് ബി ഇൻറ്റു കോസ് എ മൈനസ് ബി. നമ്മളിപ്പോൾ പഠിച്ച ഒരു റിസൾട്ടാണ്, റൈറ്റ്? സോ ഇവ രണ്ടുപേരും ഇവനെയും കൂടിയിട്ട് ഞാൻ എങ്ങനെ എഴുതും? കോസ് എ പ്ലസ് ബി ദാറ്റ് ഈസ് 73 പ്ലസ് 47 ദാറ്റ് ഈസ് 120. സോ കോസ് 120ലേക്ക് എത്തും. കോസ് 120 ഇൻറ്റു കോസ് എ മൈനസ് ബി. ഇവ രണ്ടാളും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 73 മൈനസ് ദാറ്റ് ഈസ് കോസ് 26 എന്ന് കിട്ടും. കോസ് 26 കിട്ടും. ഓക്കെ, പ്ലസ് 1. ഓക്കെ, ബാക്കിയുള്ള സാധനം നമുക്ക് ഇനി ചെയ്യാം. ബാക്കി എന്താണ്? ബാക്കി നോക്കി ഇത് ഡെഫിനറ്റ്ലി ഒരു 2 കൊടുക്കുക. അപ്പോൾ 2 കോസ് എന്ന ടേംസിലേക്ക് എഴുതും. ആൻഡ് 1/2 ഇൻറ്റു ഇതെങ്ങനെ എഴുതാൻ? 2 കോസ് സി. ഇതിങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അത് അഡീഷനിലേക്ക് മാറ്റാൻ കോസ് ആയിരിക്കും. സോ കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. സോ കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോസ് എ പ്ലസ് ബി ആഡ് ചെയ്ത് ദാറ്റ് ഈസ് 120 പ്ലസ് കോസ് എ മൈനസ് ബി ദാറ്റ് ഈസ് കോസ് 26. ഓക്കെ, ആൻഡ് കോസ് 120യുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയാൻ പറ്റുമോ? 120യുടെ വാല്യൂ ദാറ്റ് ഈസ് കോസ് പൈ 180 മൈനസ് 60, അതിനെ 120, റൈറ്റ്? ആൻഡ് പൈ എന്ന് പറഞ്ഞാൽ അപ്പോൾ നെഗറ്റീവ് ആണ്, എന്തായാലും മൈനസ് കോസ് 60 ആണ്. ആൻഡ് കോസ് 60യുടെ വാല്യൂ ദാറ്റ് ഇസ് 1/2. സോ ദിസ് ഇസ് മൈനസ് 1/2. സോ മൈനസ് 1/2 കോസ് 26 പ്ലസ് 1 പ്ലസ് മൈനസ് 1/2. കാരണം ഇതിൻ്റെ ഇയാളുടെ വാല്യൂ 1/2 ആണ്. സോ മൈനസ് 1/4. 1/2 ഇൻറ്റു 1/4 മൈനസ് അല്ല പ്ലസ് ഹാഫ് കോസ് 26. സോ ഹാഫ് കോസ് 26 ഡൺ. ബാക്കി 1 പ്ലസ് മൈനസ് 1/4 ദാറ്റ് ഈസ് 4 മൈനസ് 1/4 3/4 എന്ന ഉത്തരം കറക്റ്റാണ്. അടുത്ത ഇവിടെ കുറേ കോട്ടുകളായി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മൾ പഠിക്കേണ്ടത് വെച്ചാൽ കോട്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോട്ട് എ പ്ലസ് ബിയുടെ ഇക്വേഷൻ ദാറ്റ് ഈസ് കോട്ട് എ കോട്ട് ബി മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് എ പ്ലസ് കോട്ട് ബി. ഓക്കെ, അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? എന്താണ് കോട്ട് എ കോട്ട് ബിയുടെ വാല്യൂ നമുക്ക് അവിടെ നിന്ന് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ കോട്ട് ഏതാ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഈ സംഭവം നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഈ ഇക്വേഷൻ. കാരണം ഈ -3 ഇങ്ങോട്ടേ കൊണ്ടുവന്ന് അത്രേ ഉള്ളൂ. -3. അപ്പോൾ ഓരോന്നിനും ഞാൻ -3 -3ന് -1 കൊടുക്കുക. അപ്പോൾ ഓരോന്നിനും -1 കൊടുക്കുക, ഓരോന്ന് -1 കൊടുക്കുക, ഇയാൾക്ക് -1 കൊടുക്കുക. എല്ലാത്തിനും -1 കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ,
ഇവിടെ -1 കൊടുക്കുമ്പോൾ എന്താണ് ഇത് പ്ലസ് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഇവിടെ +1, അപ്പോൾ അത് ഉള്ളോട്ട് വന്നാൽ -1 തന്നെ വരാൻ. ഓക്കെ ശരി. ആൻഡ് കോട്ട് എ കോട്ട് ബി -1ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് കോട്ട് എ പ്ലസ് ബി ഇൻറ്റു എത്രയാണ് കോട്ട് എ പ്ലസ് കോട്ട് ബി, റൈറ്റ്. അപ്പോൾ ഇതിനെ എനിക്ക് എഴുതാൻ പറ്റും കോട്ട് എ പ്ലസ് ബി ഇൻറ്റു കോട്ട് എ പ്ലസ് കോട്ട് ബി. അത് നമ്മുടെ കോട്ട് എ പ്ലസ് ബിയുടെ ആ ഒരു ഇക്വേഷൻ ആട്ടോ, ആ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ ബാക്കി രണ്ടിനും അതേപോലെ തന്നെ വാല്യൂസ് കൊടുക്കാം. എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടാവുന്നത് നിങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കട്ടാവുന്നത് കഴിഞ്ഞിട്ട് ഉത്തരം ഡയറക്റ്റ് കിട്ടുന്നത് 0 ആണ് ഉത്തരം. അടുത്ത ഇതൊരു എന്താണ് ജെ അഡ്വാൻസ് 2001 ചോദിച്ച ചോദ്യമാണ്. എന്താണ് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ π/2 ആണ്. ബീറ്റ പ്ലസ് ഗാമയുടെ വാല്യൂ ടാൻ ആൽഫയുടെ വാല്യൂ ആണ് കണ്ടെത്താൻ പറയുന്നത്. എനിവേസ് ടാൻ ആൽഫയുടെ വാല്യൂ. സോ വി നോ ദാറ്റ് ടാൻ ആൽഫ മീൻസ് ടാൻ ബീറ്റ പ്ലസ് ഗാമ. ഓക്കെ ശരി. അപ്പോൾ നമുക്ക് എന്താ ഡെഫിനറ്റ്ലി എന്താണ് ടാൻ ആൽഫയുടെ വാല്യൂ കിട്ടണം. ഇവിടെ ഉത്തരങ്ങൾ ബീറ്റയുടെ ഗാമയുടെ ടേംസിൽ, അതുകൊണ്ട് ഇത് മേ ബി ഉത്തരം ശരിയാവാൻ ശരി. അപ്പോൾ എന്താ ഡയറക്റ്റ് ഉത്തരം ടാൻ ബീറ്റ പ്ലസ് ടാൻ ഗാമ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ ബീറ്റ ടാൻ ഗാമ. ഓൾറൈറ്റ്, ഇത് ഓക്കെ കറക്റ്റാണ്. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ π/2 ആണെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കോംപ്ലിമെൻ്ററി. അങ്ങനെ ആകുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ടാൻ ആൽഫയുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് ബീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണല്ലോ. കറക്റ്റാണ്. ദാറ്റ് മീൻസ് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു 1/ടാൻ ബീറ്റ എന്ന് പറയാമല്ലോ. ദാറ്റ് മീൻസ് ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ വാല്യൂ ടാൻ ഗാമ എന്ന് പറയാൻ പറ്റും. അല്ല സോറി, ഒന്നുകൂടി ഈ ചങ്ങായി ആരെയാണ് ഇസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ് ഈ ചങ്ങായി ആരാണ്? ദാറ്റ് ഈസ് ടാൻ ആൽഫ, റൈറ്റ്. സോ ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ടാൻ ആൽഫ മൈനസ് ടാൻ ആൽഫ ടാൻ ബീറ്റ ആൻഡ് വി നോ ദാറ്റ് ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ ദാറ്റ് ഈസ് 1. സോ ആകെയുള്ളത് അവിടെ ടാൻ ഗാമ മാത്രം ബാക്കി വരും. ഇസ് ഈക്വൽ ടു ടാൻ ബീറ്റ പ്ലസ് ടാൻ ഗാമ. എല്ലാം ടാൻ ആൽഫ എന്താ ബീറ്റ ഗാമ ഫോർമാറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട്, റൈറ്റ്. പിന്നെ ഈ ടാൻ ആൽഫയുടെ വാല്യൂ വളരെ സിമ്പിളായിട്ട് ചെയ്താൽ ഇവിടുന്ന് ടാൻ ആൽഫയുടെ വാല്യൂ ദാറ്റ് ഈസ് 2 ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ എന്ന് പറഞ്ഞ ഉത്തരമുണ്ട്. ഇതാണ് ഉത്തരം. ഓപ്ഷൻ സി ഇസ് കറക്റ്റ് ആൻസർ. ഓക്കെ. എന്താണ് കോട്ട് ആൽഫയുടെ വാല്യൂ 1, സെക് ബീറ്റയുടെ വാല്യൂ -5/3. ശരി. ആൽഫയുടെ വാല്യൂ ഈ റേഞ്ചിൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ടാൻ ആൽഫ പ്ലസ് ബീറ്റ എന്നാണ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ. ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റയുടെ വാല്യൂ ഓക്കെ ഡയറക്റ്റ് എന്താ ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ ആൽഫ ടാൻ ബീറ്റ. ഓക്കെ. ഇനി ഇത് ഏതാ ക്വാഡ്രൻ്റ് എന്ന് അറിയണം അല്ലേ. ആൽഫ നമുക്കൊരു കാര്യം അറിയുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് ആൽഫ ഈസ് 3π/2യുടെയും പിന്നെ എന്താണ് വന്നിട്ടുള്ളത്. കാരണം ക്വാഡ്രൻ്റ് അറിയണം. ആൽഫ പ്ലസ് ബീറ്റ എന്ന സാധനം അത് ഏത് ക്വാഡ്രൻ്റാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ടാൻ ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടും. എനിവേസ് ടാൻ ആൽഫയുടെ വാല്യൂ ഓക്കെ. അപ്പം ടാൻ ആൽഫയുടെ വാല്യൂ കോട്ട് ആൽഫയുടെ 1 ആണ്. അപ്പോൾ ടാൻ ആൽഫയുടെ 1 പക്ഷേ ആൽഫ ഏത് ഏരിയയിലാണുള്ളത്? പൈ മുതൽ 3π/2 ദാറ്റ് മീൻസ് തേർഡ് ക്വാഡ്രൻറ്റ്. സോ ഇറ്റ്സ് പോസിറ്റീവ്. സോ ടാൻ ആൽഫയുടെ വാല്യൂ ഇറ്റ്സ് ഓൾസോ 1. സോ 1 പ്ലസ് ടാൻ ബീറ്റയുടെ വാല്യൂ ടാൻ ബീറ്റ സെക് ബീറ്റയുടെ വാല്യൂ വന്നിട്ട് ദാറ്റ് ഈസ് -5/3. ഓക്കെ. ആൻഡ് ബീറ്റ എവിടെ നിന്ന് എവിടെ വരെ π/2 മുതൽ പൈ വരെ ദാറ്റ് ഈസ് π/2 മുതൽ പൈ വരെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ശരി. സോ ടാൻ്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിങ്ങനെ തേർഡ് ക്വാഡ്രൻ്റ് എന്ന് ഉറപ്പിച്ച് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ക്വാഡ്രൻറ്റ് മുതൽ ഇത് തേർഡ് ക്വാഡ്രൻ്റ് തന്നെ. ഓക്കെ. പക്ഷേ π/2 മുതൽ പൈ വരെ എന്ന് പറഞ്ഞ ആ ഏരിയ π/2 മുതൽ പൈ വരെ എന്ന് പറഞ്ഞ ഏരിയ ഓക്കെ. ഇവിടെ നമുക്കൊരു തടസ്സമില്ല. ജസ്റ്റ് ടാൻ ബീറ്റയുടെ വാല്യൂ കണ്ടെത്തണം. ടാൻ ബീറ്റയുടെ വാല്യൂ സെക് ബീറ്റ എവിടെ നിന്നുള്ള ബീറ്റ ഈസ് ഇൻ ദി ക്വാഡ്രൻറ്റ് ഏതാ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സോ എനിവേസ് ടാൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. സോ സെക് ബീറ്റ ദാറ്റ് ഈസ് കോസ് ബീറ്റ ഈസ് 3/5. കോസ് തീറ്റ 3/5 ദാറ്റ് ഈസ് 3/5. സോ ടാൻ ബീറ്റ ഈസ് 4/3. 4/3 കൊടുക്കാം എന്താണ് -4/3 ബിക്കോസ് ഇറ്റ്സ് നെഗറ്റീവ് ഇൻ ദാറ്റ് ക്വാഡ്രൻറ്റ് ഡിവൈഡ് ബൈ 1 പ്ലസ് 4/3 കിട്ടും. ഉത്തരം കിട്ടും ദാറ്റ് ഈസ് എത്ര -1/7 കിട്ടും. ഓക്കെ. സോ ദാറ്റ് മീൻസ് ടാൻ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എത്ര കിട്ടിയത് -1/7 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് വെച്ചാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ് ഏത് ക്വാഡ്രൻ്റാണ് ആൽഫ പ്ലസ് ബീറ്റ ഉണ്ടാവുക? പക്ഷേ ഒരു കാര്യം ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ 3π/2 മുതൽ 5π/2 വരെ എന്നുള്ള ഏരിയയിലാണ്. 3π/2 മുതൽ 5π/2 ദാറ്റ് മീൻസ് ഈ ഏരിയ മുതൽ ഈ ഏരിയ വരെ മേ ബി ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആവാം അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻ്റ് ആവാം. അപ്പോൾ ഏത് ക്വാഡ്രൻ്റ് ആണ് അറിഞ്ഞുകൂടാ. അപ്പം നമ്മളിവിടെ കളിക്കേണ്ട കളിയാണ് എന്താണ് ടാൻ്റെ വാല്യൂ ടാൻ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്
-1/7 കിട്ടിയത്. സോ നെഗറ്റീവാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് ക്വാഡ്രൻ്റ് അല്ല, അത് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. കാരണം ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ ടാൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് ഇൻ ദി ഫോർത്ത് ക്വാഡ്രൻ്റ്. സോ ഫോർത്ത് ക്വാഡ്രൻ്റിൽ നിന്ന് കിട്ടും ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ. പിന്നെ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി മാത്രം നമ്മളിവിടെ എന്താണ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ആ ആംഗിൾ നമ്മൾ അനലൈസ് ചെയ്തത്. ബാക്കിയുള്ളതെല്ലാം ടാൻ ആൽഫ പ്ലസ് ബീറ്റ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ ഇൻഫോർമേഷൻസ് ഉണ്ട്, ഇവിടുന്ന് ആംഗിൾസ് ഉണ്ട്, എല്ലാം വളരെ സിമ്പിളായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ -1/7 ഫോർത്ത് ക്വാഡ്രൻ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.